ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹാപ്പി ഫീസ്റ്റ്. കാരണം എന്താ? വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ് കേട്ടോ. കപ്പുച്ചൻ കോൺഗ്രിഗേഷൻ, ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷൻസ് ഒരുപാടുണ്ട്. അവരെല്ലാം പ്രത്യേകം ഓർക്കാം. അതേപോലെ തന്നെ സെന്റ് ക്ലെയർ അല്ലെങ്കിൽ FCC കോൺഗ്രിഗേഷൻസിനെല്ലാം പ്രത്യേകം നമുക്ക് ഓർക്കാം കേട്ടോ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി എനിക്കെന്നല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട വിശുദ്ധനാണ്. ഞങ്ങളുടെ മോണസ്ട്രികളിലെ മുഖ്യ വിശുദ്ധയിൽ ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ഫീസ്റ്റ്. കുഞ്ഞുങ്ങളെ ഉറക്കെ പറ, ഹാപ്പി ഫീസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നന്മറം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൂടപ്പറപ്പുകളായ ഏകോദര സഹോദരങ്ങളായ നമ്മുടെ ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളാണ് ആൾക്കാരെല്ലാം കൂടെ, നിങ്ങളാണല്ലോ ഈ വീഡിയോ എല്ലാം കാണുക മാത്രം ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നു, നിങ്ങൾ ഷെയർ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഒരുപാട് ഞാനാകെ ജസ്റ്റ് ആ ഫേസ്ബുക്കിൽ ഇരുന്നല്ലേ ഉള്ളൂ, പിന്നെ യൂട്യൂബ് ബാക്കിയെല്ലാം നിങ്ങളാണല്ലോ ചെയ്യുന്നതേ. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്ക് യൂട്യൂബിനേക്കാളൊക്കെ അതിലൊക്കെ കുറച്ച് ആൾക്കാർ, പക്ഷേ ബാക്കിയുള്ള ആൾക്കാരാണ് ഇതെല്ലാം വാട്സപ്പ് വഴിയാണല്ലോ കാണുന്നത്. നിങ്ങൾ പ്രത്യേകം ഈശോയ്ക്ക് എല്ലാ നിങ്ങൾ സമർപ്പണത്തെ പ്രാർത്ഥനയിലുണ്ട് കേട്ടോ. മാസത്തിൽ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എങ്ങനെ അത് സ്റ്റോക്ക് കേട്ടിട്ട് വേറെ ആർക്കും അയച്ചു കൊടുക്കാത്തവരുണ്ട്, അവർക്ക് ഈ പ്രാർത്ഥന കിട്ടിയാലോ കേട്ടോ. അതിന്റെ അർത്ഥം നിങ്ങൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുക, സുവിശേഷം വളരട്ടെ എന്നുള്ളതാണ്. നമുക്കിതുകൊണ്ട് എന്താ മെച്ചം? പ്രത്യേകിച്ച് ഒരു മെച്ചമില്ല അല്ലേ. പിന്നെ സ്വർഗരാജ്യത്തിൽ നമുക്ക് പേരെഴുതപ്പെടും. അതാണല്ലോ ഏറ്റവും വലിയ മെച്ചം. അതായത് ഞാൻ ചിന്തിച്ചെന്നറിയോ, നമുക്ക് മെച്ചം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെച്ചമില്ലെന്നല്ല പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതായത് നമുക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടുന്നതാണ്, വ്യൂസ് കൂടുന്നു, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ചുമ്മാ ബാലിശമായിട്ടൊന്നും ആരും ചിന്തിക്കരുത്. ഇതിനു മുതൽ 10,000 ആത്മാക്കൾ രക്ഷപ്രാപിക്കുകയല്ലേ. അങ്ങനെ രക്ഷപ്പെടുന്ന ആത്മാക്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യം കർത്താവ് പരിഗണിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ കാര്യം. ഇതാണ് അതിന്റെ ബിബ്ലിക് അടിസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ കാര്യത്തെ പ്രത്യേകം ഓർക്കണം കേട്ടോ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിശ്വസോഷയെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ടോക്ക് ഒരാൾക്കെങ്കിലും അയച്ചു കൊടുത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ കൃപ കിട്ടും. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാ. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് തന്നെ പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ലേ? നിങ്ങൾ ടോക്ക് അയച്ചു കൊടുത്ത ആൾക്കാർക്ക് അനുഭവം ഉണ്ടായി, അവർ സാക്ഷ്യം പറയുന്നത് നിങ്ങൾക്കൊരു സന്തോഷം തോന്നില്ലേ? അപ്പോൾ ദൈവത്തിന്റെ സന്തോഷം എത്ര അധികമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം 31 24. ആ വാക്യങ്ങളൊന്നും വായിക്കുന്ന നല്ലതാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ പറഞ്ഞിട്ടത് എന്നുള്ളതാണ്. അതിന് തന്നെ സഹോദരങ്ങളെ, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുന്ന വചനമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, വചനം എത്ര വചനം കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് ആരാണ് ഭഗ്നാശരായി തീർന്ന വചനമാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലനാകരുത്, ധൈര്യം അമ്പലിക്കുക, കർത്താവിനെ കാത്തിരിക്കുക. അത് സങ്കീർത്തനം 27. അപ്പം അത് അങ്ങനത്തെ ഒരു വചനമാണത്. അത് ചേർന്ന് വരുന്ന മറ്റൊരു വചനമാണ് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ദുർബലരാകാതെ ധൈര്യം അമ്പലിക്കുക. ഇത് പറഞ്ഞിടാൻ കാരണം എന്താ? ഇതിനൊരു സാധ്യതയുള്ളതുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞിട്ടിരിക്കുന്നത്. നമ്മൾ ഈശോയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രത്യാശ അർപ്പിക്കും, പക്ഷേ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളങ്ങ് ദുർബലരാകും. അതുകൊണ്ടാണ് പറഞ്ഞത് അനേകർ വിശ്വാസം ദുർബലമായപ്പോൾ. നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ കാണാം. അതായത് ചെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കാൻ സെൻസേ പറയാണ്. കാരണം ഈ കഠിനം ഉണ്ടായപ്പോൾ നിങ്ങളുടെ വിശ്വാസം ദുർബലമായോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ സ്ലീഹ വേറെ അയച്ച ശിഷ്യന്മാർ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല വിശ്വാസം സ്ട്രോങ് ആണെന്ന് കേട്ടോ, വലിയ സമാധാനം എന്ന് പറയുക. എപ്പോഴും ദുർബലമായി പോകാൻ സാധ്യതയുള്ളത് എന്താ? വിശ്വാസമാണ്. ഇനി നിങ്ങൾ റോമാലേഖനത്തിൽ അതിനില്ലേ, അബ്രാഹത്തിന്റെ വിശ്വാസം ദുർബലമായില്ല. കണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്തിൽ സംഗതി പോയാലും വിശ്വാസത്തെ വന്ന് കിട്ടിക്കും. ഉദാഹരണം നിങ്ങൾ എന്ത് ചോദിക്കേ, മോഹൻ കണ്ടുപിടുത്തങ്ങള് അല്ലെങ്കിൽ അതെല്ലാം നല്ലതാ. പക്ഷെ വന്ന് അവസാനം വിശ്വാസത്തെ പോയി അറ്റാക്ക് ചെയ്യും. ലിറ്ററേച്ചർ എല്ലാം നല്ലതാ, അവസാനം വന്ന് വിശ്വാസത്തെ പോയി കുത്തും. ഏത് വഴിക്ക് പോയാലും ഇവിടെ ഒരു കുത്തു കൊടുത്തിട്ട് പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മൾ ദുർബലരായി പോകരുത്. വിശ്വാസം തന്നെ കാര്യം. നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുഴുവൻ നടക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഈ ലോകത്തിലെ കഷ്ടതകളും ഞെരുക്കങ്ങളും സഹനങ്ങളും ഒക്കെ ദൈവം തരുന്നേ. അതിനോട് കടന്നുകൊണ്ട് വിശ്വാസമാണ് നമുക്ക് ദുർബലമായി പോകാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്, നിന്റെ വലിയമ്മയായി യവനിക്കയ്ക്ക് ഉണ്ടായിരുന്ന അതേ വിശ്വാസം ഇപ്പം നിനക്കും ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നമ്മുടെ മരുമക്കൾക്ക്, നമ്മുടെ പേരക്കിടാങ്ങൾക്ക് നമുക്കുള്ള വിശ്വാസം ഉണ്ടാവില്ല. ചിലപ്പോൾ പേരക്കിടാങ്ങൾക്കായിരിക്കും വിശ്വാസം കൂടുതൽ, അത് വേറെ വിഷയം അല്ല. എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ദുർബല പോകരുത്, അത് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ നഷ്ടധൈര്യരാകരുന്ന ഹെബ്രായർ 10 പറയുന്നതിന്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വചനങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാളുകൾ കഴിയും തോറും നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിച്ച് നടക്കുന്നില്ല,
നിങ്ങൾ ആ സാക്ഷ്യങ്ങൾ കേട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം വായിക്കാനിരിക്കുന്നത് 34 വർഷമായിട്ടുള്ള തലവേദന കണ്ട പ്രാർത്ഥിക്കാൻ ഒരു സമയത്ത് ദൈവം കൊണ്ട് തൊട്ടില്ലേ വരുന്ന ദിവസങ്ങൾ വായിക്കാതെ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദുർബലരാകരുത്, ധൈര്യം അവലംബിക്കുക, കർത്താവിനോട് കാത്തിരിക്കണം കേട്ടോ. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കാവോ? ഹാലേലുയ ഹാലേലുയ ഹാലേലു. ഉച്ചത്തെ സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന കർത്താവെ, നല്ല പ്രഭാതത്തിൽ കർത്താവ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രത്യേക മധ്യസ്ഥത ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ കർത്താവെ എല്ലാം വിചാരിച്ചതിന് വിപരീതമായി പോയപ്പോഴും ഫ്രാൻസിസ് അസീസി വിശ്വാസത്തിൽ പിടിച്ചു നിന്നതുപോലെ പിടിച്ചു നിൽക്കാൻ പ്രത്യേക കൃപയുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. ഒപ്പം തന്നെ കർത്താവ് പ്രത്യേകിച്ച് ദൈവമേ ഈ ടോക്ക് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് എങ്ങനെയെങ്കിലും അവരെ ഈശോയ്ക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ഈശോ കർത്താവ് പൊതുവായ ഒരു ആശീർവാദം അവർ പരിഗണിക്കരുത്. ഓരോരുത്തർക്കും ഈ ആശീർവാദം ഫലദായകമായി തീരട്ടെ കർത്താവ്. ദൈവമേ ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. 2 കർത്താവായ ദൈവം സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ ഇവർ പെടട്ടെ കർത്താവ്. ജീവന്റെ പുസ്തകത്തിൽ ഇവർക്കെതിരെ എഴുതിയിരിക്കുന്ന മായ്ച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എന്റെ കർത്താവായ ദൈവം ഇവർ വഴി രക്ഷ പ്രാപിച്ച ആത്മാക്കളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെ സന്തോഷത്തോടെ ശരി ഇട്ടുവരട്ടെ എന്ന് ആശീർവദിക്കുന്ന കർത്താവ്. കർത്താവ് ഈ ടോക്കിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുക അയക്കുകയും ചെയ്യുന്ന എത്രയും നിലമാതാ ചെല്ലുന്നവരെ നന്മറും ചെല്ലുന്നവരും കൊന്തേ അവരെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറുക. എല്ലാവരും ആശീർവദിക്കും. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.